ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നതാണ് ഭയങ്കര പുതിയ ടെക്സ്റ്ററിലാണ്. ഗൈസ്, എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതാ വീണ്ടും മുതൽ ഞാടെ ബെഡ് വെച്ചിട്ട് റീസ്പോൺ ചെയ്ത് എന്തായാലും കീപ്പിൻ്റെ എന്താ പറയുക ഓണാക്കി തന്നേക്ക്. ഇനി എൻ്റെ വീട് വരെ പോകണമെങ്കിൽ എങ്ങനെ പോളി? വില്ലേജ് എവിടെയുള്ളത്, ഏത് ഡിക്കിലാണുള്ളതെന്ന് കൂടി എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കിയാൽ എനിക്കിപ്പോൾ ചെയ്യേണ്ടത് ചത്ത കേവില്ല, അതെവിടെ? ഞാൻ വീണ് ചത്ത കേവില്ല, അത് എനിക്ക് തിരിയേണ്ടത് സംഭവം. ആ ഒരു കേവിൽ വന്നാൽ ഞാൻ വെറുതെ എൻ്റെ ക്രിയേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഇതേ സീഡിൽ പിന്നെ സീഡ് നിങ്ങൾക്ക് തരുന്നവരുണ്ട്. നിങ്ങൾ കുറേ ദിവസമായില്ലേ പറ്റിക്കുന്നു. അപ്പോൾ അതല്ല അവിടെ പറ്റി ഇനി നമ്മൾ വില്ലേജിൽ പോയിട്ട് റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് അങ്ങനെയല്ല, റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. എന്നിട്ട് ഒന്ന് റീസ്പോൺ സെറ്റ് ചെയ്തോട്ടെ. റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വില്ലേജ് പോയല്ലോ പോകുന്നത്, ഇവിടെ അങ്ങ് റീസ്പോൺ സെറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്നത് അതായത് ആ ഒരു കേവ്, ഞാൻ ക്രിയേറ്റീവ് വേൾഡിൽ ആ ഒരു കേവിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞ് പോയി. അപ്പോൾ കുറച്ച് ഡയമണ്ട് ഈ ഒരു സീഡ് ഫുള്ളി ഞാൻ എക്സ്പ്ലോർ ചെയ്ത് നോക്കി. അപ്പോൾ ആ ഒരു എക്സ്പ്ലോറിങ്ങിൻ്റെ ഇടയിലാണെങ്കിൽ ജംഗിൾ ഇട്ടത്. ആ ഒരു ജംഗിൾ ഞാൻ തിരിച്ച് ടെലിപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ മണ്ടത്തരം കാണിച്ച് ചത്തത്. അപ്പോൾ എനിക്കൊന്നും കൂടി അവിടെ പോയിട്ട് ഇതെടുത്തിട്ട് അങ്ങനെയൊന്നും കഴിയല. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരേ ഒരു ഡയമണ്ടെങ്കിലും കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു കേവിനെ എവിടുന്ന് കണ്ടുപിടിക്കാനാണ് തേങ്ങ കണ്ടുപിടിക്കട്ടെ ഗൈസ്. നമ്മൾ ആ കേവിൻ്റെ ഇപ്പുറത്തെ ഭാഗം കണ്ടുപിടിച്ചു. അതായത് അപ്പുറത്തെ ഭാഗമായിരുന്നു നമ്മൾ നേരത്തൊക്കെ കണ്ടത്. ഇത് ഏതോറ അയാളായിട്ട് തോന്നില്ല കേട്ടോ. കോപ്പർ ഇങ്ങോട്ട് അയാണ് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇപ്പം മേലോന്ന് നിന്നൊരു ഞാനങ്ങനെ വിരിച്ചു വെച്ചു കൊടുക്കുന്നേ. അത് ഇസ്മായിൽ കാക്കാനെ പിടിച്ചടിക്കണോ? ഓരോ പഠിപ്പിച്ചൊക്കെ ഓരോന്ന് വെള്ളമില്ല. ടെക്സ്റ്ററിൽ വെള്ളം മാറിയായിരുന്നു. വെള്ളത്തിൻ്റെ ടെക്സ്റ്റർ മാറിയാൽ തീയില്ല. ഗോൾഡ് ഇവിടെ നിറച്ചായിരുന്നു. ഇതൊക്കെ അയണായിരിക്കണം. ഇപ്പോൾ നമുക്ക് ഡയമണ്ടിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, അയണിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അയൺ എടുക്കുന്നു. നമുക്ക് താഴോട്ട് പോവാം. നമ്മളെ കയ്യിൽ ഇതുണ്ട്. MLG തിങ്ങടാ. ഇതാണ് ഡയമണ്ട്. അപ്പോൾ നമ്മുടെ ഡയമണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ വീഡിയോയിൽ കാണിച്ച് ഇതെന്തൊരു ഡേഞ്ചറസ് പരിപാടിയാണ് നടക്കുന്നത്.
റിവെഞ്ച്. ക്രീപ്പർ മാമാച്ചിൻ്റെ ഇവിടെ. ഈ ക്രീപ്പർ കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. ഇവിടെ ക്രീപ്പർ ഉണ്ടെങ്കിൽ ക്രീപ്പർ എൻ്റർമെൻ്റ് തന്നെയാ വേണ്ടി. അമ്മച്ചേ ഇവിടെ എല്ലാം ലൈറ്റ് ചെയ്തോടാ. അപ്പോൾ ഇതിനുള്ള റിവെഞ്ച് നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. അതായത് അവന്മാരെയൊക്കെ ഞാൻ 3 സാറുണ്ട്. ഒരിടാണെങ്കിൽ ഒരിടം കിട്ടിയല്ലോ. അയ്യോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾ ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എവിടെ എടുത്ത് ചാടിയാലും ചാടി ചത്താലും കഴിയില്ല. അപ്പോൾ നമുക്ക് നേരെ എടുത്ത് ചാടിച്ചാവാൻ പോവാം. ക്രീപ്പറാണ്. അപ്പോൾ ഇതെന്തോന്നു? ഓ ഇതെന്ത്? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചാൽ എൻഡിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും എൻഡിങ് ആയിട്ടില്ല. ഇത് നിങ്ങളെ തന്നെ കാണിച്ചിട്ടാണ് എനിക്ക് എൻഡിങ് ആക്കുക. അപ്പോൾ എൻ്റെ വലിയൊരു സ്വപ്നം നിറവേറ്റാൻ എനിക്ക് സമയം 2 മിനിറ്റ്. എനിക്കൊരു അറ്റാക്കർ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എങ്ങനെ കളിക്കണം നിങ്ങൾക്കൊന്ന് കാണിച്ചു. എന്നെപ്പോലെ our new diamond pickaxe. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ഈ ഒരു ഡയമണ്ട് പിക്കാക്സ് വെച്ചിട്ട് ഞാനേ ഒരു പോർട്ടലൊന്ന് നോക്കിയിട്ട് ഈ ഗൈസ്. അപ്പോൾ നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. പിന്നത്തെ വീഡിയോൻ്റെ ഇൻട്രോവൽ ഐ മേക്ക് എ ഡയമണ്ട് പിക്കാക്സ് ഇൻ മൈ മൈൻക്രാഫ്റ്റ്. ഓക്കെ, എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡ് വരെ. എനിക്ക് ഗുഡ് ബൈ പറയാൻ തോന്നുന്നില്ല ഗൈസ്. എൻ്റെ വീട് കണ്ടിട്ടേ ഞാൻ എനിക്ക് ഗുഡ് ബൈ പറയൂ. ഉറപ്പാ, എൻ്റെ വീട് കണ്ടിട്ടേ. കണ്ടാലല്ല, വീട്ടിൽ കയറിയിട്ടേ എനിക്ക് ഗുഡ് ബൈ പറയുള്ളൂ. ഔട്ട്രോ പറയാനുള്ള സമയമായിട്ടില്ല. ഇത് പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലേ. ഒരു ചെറിയ പരിപാടിയാണ്, ചിന്ന പരിപാടി. പുതിയ എപ്പിസോഡിൽ ഇതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നേരെ കേവിൻ്റെ അടുത്തെടുത്ത് അടിച്ചാൽ ഇന്നാലൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ഈ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ പ്രത്യേകത. കൊണ്ടുപോയിട്ട്